Hello everyone, this is Basil. Welcome to I Plus Training Solutions. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എക്സാമിനേഷൻസിന് വരുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ക്രാക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് ലാസ്റ്റ് സെഷനിൽ പഠിച്ചു. എന്തൊക്കെ ടിപ്പുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇതിൽ നമ്മുടെ എക്സാമിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജികളുണ്ട്, എക്സാം ഹോളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എക്സാമിന് മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു മേഖലയാണ് കോംപ്രിഹെൻഷൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഗ്രാമർ എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിക് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. പക്ഷേ കോംപ്രിഹെൻഷൻ്റെ പ്രത്യേകത ഓരോ ചോദ്യങ്ങൾക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്രിഹെൻഷൻസ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രാക്ടീസ് എക്സാമ്പിളിൻ്റെ ഭാഗത്ത് കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മെത്തേഡ്. അതിന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡൗൺ ടു ടോപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. എന്തായിരുന്നു ഈ ഡൗൺ ടു ടോപ്പ് മെത്തേഡ്? അതായത് ഒരു കോംപ്രിഹെൻഷനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൗൺ ടു ടോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കുകയാണ്. ആദ്യം ചോദ്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യങ്ങൾ ഫെമിലിയർ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ പാസേജിൽ നിന്ന് ഒരു കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ആ ചോദ്യത്തിൽ നിന്ന് ഒരു കീവേഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ആ കീവേഡ് ഉള്ള സ്ഥലത്ത് നമ്മൾ എംഫസൈസ് ചെയ്ത് നമുക്ക് വായിക്കാം. മറ്റേ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. കാരണം നമുക്കറിയാം ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഡൗൺ ടു ടോപ്പ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ കോംപ്രിഹെൻഷൻസിനകത്ത് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ബുദ്ധിമുട്ട് എന്ന് നമ്മൾ പറഞ്ഞു, ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡൗൺ ടു ടോപ്പ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീവേഡ് കിട്ടുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോംപ്രിഹെൻഷൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനൊരു പാസേജ് കിട്ടും, ദെൻ യു ഹാവ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ഈ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണും. ഈ ഓപ്ഷനുകൾ ഡൗൺ ടു ടോപ്പ് മെത്തേഡിൽ നമ്മൾ വായിക്കാൻ പോകണ്ട. കാരണം അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. നമുക്ക് എന്താണോ നമ്മളുടെ കീവേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം അതല്ലാതെ നമ്മൾ നേരിട്ട് പാസേജിലേക്ക് ഇറങ്ങുകയാണ് എന്ന് വിചാരിക്കുക. പാസേജിലേക്ക് നമ്മൾ നേരിട്ട് ഇറങ്ങുകയാണ്. വി ഓൾ സീക്ക് ഹാപ്പിനെസ് ബട്ട് ഫ്യൂ, വെരി ഫ്യൂ. നമുക്ക് എന്താണ് എന്ന് പോലും അറിയില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ അതിലേക്ക് പോകുന്നത്. അതായത് അവിടെ നടക്കാൻ പോകുന്ന എന്ത് കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്താണ് നമ്മളുടെ ടോപ്പിക് എന്നെങ്കിലും നമുക്ക് പിടികിട്ടും. അപ്പം ഒരു ബന്ധവുമില്ലാത്ത ഒരു ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പാസേജിലേക്ക് പോകുന്നതായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടമാണ്. ചില ആളുകൾക്ക് പാസേജ് വായിച്ചിട്ട് ആൻസറിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ മോൾഡ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ പിന്നെ ആ രീതിയിൽ തന്നെ പോയാൽ മതി. ഈ രീതി എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു കാര്യം ചെയ്യാം, അഥവാ അങ്ങനെ പോകുന്ന ആൾക്കാർ ഈ മെത്തേഡ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ടൈം എളുപ്പത്തിൽ കിട്ടുന്നത് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ അടവുകളും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ ആൻസേഴ്സ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നമ്മൾ പാസേജ് ഒന്നും വായിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. എന്താണ് ചോദ്യം? വാട്ട് ഡസ് എ കണ്ടന്റ് മാൻ ഡു? ഇതാണ് നമ്മളുടെ ചോദ്യം. വാട്ട് ഡാസ് എ കണ്ടന്റഡ് മാൻ ഡു? ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ വായിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ കണ്ടന്റഡ് മാൻ എന്ന് വായിക്കാൻ നമുക്ക് ആകെ 2 സെക്കൻഡ് മതി. ഇതിൽ നിന്ന് നമുക്ക് ഒറ്റ ഐഡിയ കിട്ടി. എന്താ ഐഡിയ കിട്ടി? നിങ്ങൾ തന്നെ പറ. നമ്മൾ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്തു. വാട്ട് ഈസ് എ കീവേഡ് ഇൻ ഹിയർ? ഇവിടെ എന്താണ് നമ്മളുടെ കീവേഡ്? നമ്മളുടെ കീവേഡ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടന്റഡ് മാൻ എന്നുള്ളതാണ്.
കണ്ടന്റഡ് മാൻ. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ഫോക്കസ് കൊടുക്കുക. കണ്ടന്റഡ് മാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു വെക്കുക. നമ്മളുടെ കീവേഡ് എന്ന് പറയുന്നത് കണ്ടന്റഡ് മാൻ ആണ്. എന്തിനാണ് അത് ചെയ്തു വെക്കുന്നത്? പാസേജ് വായിക്കുമ്പോൾ കണ്ടന്റഡ് മാനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഫോക്കസ് കൊടുക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കീവേഡ് ഐഡന്റിഫൈ ചെയ്തു, കണ്ടന്റഡ് മാൻ. അവരെന്തൊക്കെയോ ഓപ്ഷനിൽ പറയുന്നത്, ഹി പെർസ്യൂസ് ആൻഡ് അസംബ്ലേസ്, ഹി ഫേസസ് ബോൾഡ്ലി, ഹി എൻകൗണ്ടേഴ്സ്. I don't know what's it, and we are not going to do such things. So just ignore the options. You just focus the question only. So contented man, this is the question format. Well, okay. So in first question we understand contented man is the keyword that you have to find. Well, so we are going to the second question. Which of the following is the correct chain of things as mentioned in the passage leading to happiness? Which of the following is the correct chain of things? Chain, serial. So chain of things as mentioned in the passage. പാസേജിൽ എന്തോ കാര്യത്തെക്കുറിച്ച് ഒരു സീരിയലായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ സീരിയൽ? നമ്മൾ സാധാരണഗതിയിൽ ഈ സോപ്പ് ഒപ്പേറകളെ വിളിക്കുന്ന പേരാണ് സീരിയൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ഈ ടി വിയിൽ വരുന്ന പരിപാടിക്ക് സീരിയൽ എന്ന് പറയും. ആക്ച്വലി അതിൻ്റെ പേര് സോപ്പ് ഒപ്പേറ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് സീരിയൽ എന്നാണ്. എന്തുകൊണ്ടാണ്? എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി നടക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ സീരിയൽ എന്ന് വിളിക്കുന്നത്. സീരിയൽ കില്ലിംഗ് എന്നൊക്കെ ഉള്ള വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഹിയർ ഒരു ചെയിൻ ഓഫ് തിങ്സ് നടന്നു പോവുകയാണ്. എന്തോ ഒരു ചെയിൻ ഓഫ് തിങ്സ്, നമുക്ക് എന്താണ് എന്നൊന്നും അറിയത്തില്ല. സോ വാട്ട് മേ ബി ദ കീവേഡ്? ഈസ് ഇറ്റ് ചെയിൻ ഓഫ് തിങ്സ് ഓർ വാട്ട് മേ ബി ദ കീവേഡ്? ദ കീവേഡ് ഇസ് ലീഡിങ് ടു ഹാപ്പിനെസ്. സന്തോഷത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ ചെയിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദ കീവേഡ് ഈസ് ചെയിൻ ഓഫ് തിങ്സ് ദാറ്റ് ലീഡ്സ് ടു ഹാപ്പിനെസ്. ദിസ് ഈസ് ദ കീവേഡ്. അപ്പം ഹാപ്പിനെസ്സിലേക്ക് പാസേജിൽ എത്തുന്നതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറാണ് നമ്മളുടെ ശ്രദ്ധ പതിയേണ്ടത്. വെൽ, സോ 2 ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലായി. സന്തോഷവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ചെയിൻ ഓഫ് തിങ്സ് ദാറ്റ് മെൻഷൻഡ് ഇൻ ദ പാസേജ് ലീഡിങ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സന്തോഷത്തിലേക്ക് എത്താനുള്ള മെത്തേഡ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് എന്നുള്ളത് 2 ചോദ്യങ്ങൾ മാത്രം വായിച്ചപ്പോൾ, ഓപ്ഷൻ നമ്മൾ വായിച്ച സമയം കളഞ്ഞില്ല, 2 ചോദ്യങ്ങൾ വായിച്ചപ്പോഴേക്കും നമ്മൾക്ക് പിടികിട്ടി എന്താണ് ഇവർ ഈ പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നേരിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് പാസേജ് എന്ന് അറിയാതെ ഒരുപാട് സമയമെടുത്ത് പാസേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കിവിടെ സമയം നഷ്ടപ്പെടും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പാസേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ഫുള്ള് പാസേജൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പാസേജ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങളിലേക്ക് പോകും. ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് എവിടെയോ ഞാൻ പാസേജ് കണ്ടിരുന്നു, പിന്നെ അങ്ങോട്ട് പോകും. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസിലേക്ക് പോകും. പിന്നെ ഈ ഓപ്ഷൻസിലെ ആൻസർ ഏതായിരുന്നു എന്ന് നോക്കാൻ പോകും. അപ്പോഴേക്കും നമ്മളുടെ എക്സാമിനേഷൻസ് കഴിയും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യത്തിലെ കീവേഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽ, 3ാമത്തെ ചോദ്യം അവർ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ പാസേജ് ദ എസൻസ് ഓഫ് ഹാപ്പിനെസ് ലൈസ് ഇൻ. അക്കോർഡിംഗ് ടു പാസേജ് അനുസരിച്ച് ഹാപ്പിനെസ്സിൻ്റെ എസൻസ് എന്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സി, റീഡിംഗ് കോംപ്രിഹെൻഷൻസിൻ്റെ ടിപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ചിലപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ക്വസ്റ്റ്യൻസിൽ അക്കോർഡിംഗ് ടു പാസേജ് ഒന്നും കാണില്ല. ദ എസൻസ് ഓഫ് ഹാപ്പിനെസ് ലൈസ് ഇൻ എന്ന് മാത്രമേ കാണൂ. അപ്പം നമ്മൾ രാവിലെ ഞാനൊരു ഡയറി മിൽക്ക് കഴിച്ചിരുന്നു, എനിക്ക് ഹാപ്പിനെസ് അതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് ഇതായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് വരുന്ന എന്താണോ അതായിരിക്കും നമുക്കും ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ അവർ ആദ്യത്തെ ഓപ്ഷനിലും കൊണ്ട് ചിലപ്പോൾ തരുമായിരിക്കും. അതായിരിക്കുമോ ആൻസർ? അല്ല. ഒരു കാര്യം കൃത്യമായി ഓർക്കുക, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിൽ you have no role. Your ideas has no role. Your thoughts has no role. You have no Article 19. You have no freedom of expressions there. You have to read the passage and comprehend the passage. അതായത് നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങളുടെ ഐഡിയ കുത്തിക്കയറ്റാനുള്ള സ്ഥലമല്ല റീഡിംഗ് കോംപ്രിഹെൻഷൻസ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ് ഇത് എല്ലാ സെഷനുകളിലും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻസിലെ ചോദ്യം നോക്ക്, ദ എസൻസ് ഓഫ് ഹാപ്പിനെസ്, ഇതാണ് ചോദ്യം. അക്കോർഡിംഗ് ടു ദ പാസേജ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലായിരുന്നെങ്കിലും ദ എസൻസ് ഓഫ് ഹാപ്പിനെസ് ലൈസ് ഇൻ. നിങ്ങളുടെ ഹാപ്പിനെസ്സോ ലോകത്തിൻ്റെ ഹാപ്പിനെസ്സോ ഒന്നുമല്ല ഇവിടുത്തെ ടോപ്പിക്, ഓതറിൻ്റെ ഹാപ്പിനെസ്. എന്താണ് ഓതർ പറഞ്ഞത്? ഓതർ പറയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തോ ഒന്നാണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആണല്ലോ. സോ നമുക്കിവിടെ ഒരു റോളുമില്ല. ഓതർ എന്ത് പറഞ്ഞാലും
അതിങ്ങോട്ട് വിഴുങ്ങുക, ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ബിക്കോസ് ഇറ്റ്സ് ദ വേർഡ് ഇറ്റ് സെൽഫ് ഈസ് വേർഡ്സ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. വാക്കിൽ തന്നെ പറയുന്നുണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ. കണ്ടോ, റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ according to the passage, the essence of happiness lies in. So from here we understand that the essence of happiness. So the key word here is the essence of happiness. Well, we understand that this is essence of happiness is the key word there. Well, what we are unhappy partly because the next question, we are unhappy because, കണ്ടോ ഇവിടെ അക്കോർഡിംഗ് ടു പാസേജ് പോലും അവർ ചോദിച്ചിട്ടില്ല നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. we are unhappy partly because. so here also according to passage ഇല്ല എന്ന് പറഞ്ഞ് അത് പാസേജിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അൺഹാപ്പി എന്നുള്ളവരല്ല അവർ ചോദിച്ചിരിക്കുന്നത്, പാസേജ് അനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് അൺഹാപ്പി. സോ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അൺഹാപ്പി ആയത്. സോ അതാണ് നമുക്ക് പാസേജ് വായിക്കുമ്പോൾ കിട്ടുന്നത്. why are we unhappy? Here we understand why. What is the essence of happiness? This was the key word there, and here the key word is why are we unhappy. നമ്മൾ എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയത് എന്നുള്ളതാണ് അവിടെ നമുക്ക് കിട്ടേണ്ടത്. വെൽ, അഞ്ചാമത്തെ ചോദ്യത്തിൽ which of the following statement is not true in the context of the passage? Here also this question is also a very tricky question. ഇവിടെ എന്താണ് ചോദ്യം എന്ന് നോക്കിയേ, not true. ഈ ടൈപ്പ് വാക്കുകളാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. നമുക്ക് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. അതായത് എന്താണ് പാസേജിൽ പറയാത്തത് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. അപ്പം ഇതിൽ പാസേജിൽ പറയാത്ത കാര്യം എന്താണോ അതാണ് നമുക്ക് വേണ്ടത്. ഫോൾസ് എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാസേജ്. പാസേജ് പ്രകാരം ശരിയല്ലാത്തത് ഏതാണ്? ഫോൾസ് ഒന്ന് ഒറ്റ വാക്കിൽ പറയാതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നോട്ട് ട്രൂ എന്നൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ കോംപ്രിഹെൻഷൻസിലെ ട്രിക്കി മെത്തേഡുകളാണ് അവരുടേത്. ഇതിലൊന്നും നമ്മൾ വീണു പോകരുത് എന്നുള്ള കാര്യം ഓർക്കുക. സോ what do you want to do here in this question? You have to be familiar with the sentences. ഇതിൽ ഏത് സെൻറ്റൻസസ് ആണ് ചോദിക്കാത്തത്, ഇതിൽ ഏത് സെൻറ്റൻസസ് ആണ് ഇല്ലാത്തത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പാസേജ് റീഡ് ചെയ്യുമ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അതിൽ ഐഡിയ കിട്ടും. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കീവേഡുകളുടെ ആവശ്യകതകൾ വരാറില്ല, കാരണം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് എന്തായാലും നമ്മൾ പാസേജ് വായിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി? ബാക്കി ചോദ്യങ്ങൾക്ക് വേണ്ടി. സോ അവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ടെൻഷൻ ആകേണ്ട കാര്യം ഇല്ല. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Sixth question, it is which of the following is opposite in the meaning of the word fleeting as used in the passage? Fleeting എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ആന്റണിം എന്താണ് എന്നുള്ളതാണ് അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത്. ഇതും അക്കോർഡിംഗ് ടു ദ പാസേജ് അനുസരിച്ച്. സോ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫ്ലീറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത് നമ്മൾ സ്റ്റക്കടിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നതാണ് കാണാറുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൊക്കാബുലറി വീക്കായിരിക്കും പലപ്പോഴും എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് വരുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള മെത്തേഡുകൾ കഴിഞ്ഞ സെഷൻസിൽ ഞാൻ ടിപ്സിൽ പറഞ്ഞു തന്നിരുന്നു. എങ്ങനെയാണ് വൊക്കാബുലറികൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വൊക്കാബുലറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലായ്പ്പോഴും നമുക്കൊരു പ്ലാൻ ബിയും സെറ്റ് ചെയ്തിട്ട് വേണം എക്സാമിനേഷൻ എഴുതാൻ. കാരണം ഒരു വേർഡ് കണ്ടിട്ട് നമ്മൾ അവിടെ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻസ് കാണും. അത് നിങ്ങൾ മാത്രമല്ല, എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് എന്നുള്ള കാര്യം ഓർക്കുക. മനഃപൂർവ്വം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേർഡാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ആ വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്, അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ കളഞ്ഞിട്ട് നിങ്ങളുടെ എൻ്റയർ എക്സാം പേപ്പറിനെ തന്നെയും ബാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടായിരിക്കും ചില വാക്കുകൾ നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള വാക്ക് കാണുമ്പം ഒരു കാരണവശാലും അവരുടെ ഉദ്ദേശം നടക്കരുത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിൽ വെച്ചിരിക്കുക. അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളതിനെ അതിജീവിക്കുക തന്നെ ചെയ്യണം. സോ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളൊരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു തന്നു. ഇതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട്സ് ആ പാസേജിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ഒരു റെമഡിയും അവിടെ തന്നെ കാണും. അതിന് പല രീതിയിലെ മെത്തേഡുകൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിനാണ് പാർട്ട് ഓഫ് സ്പീച്ചിൽ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. വി നോ ദാറ്റ് ഇൻ പാർട്ട് ഓഫ് സ്പീച്ച് there are 8 conjunctions: noun, pronoun, verb, adjective, adverb, and conjunction, and preposition, interjection. So these types of part of speeches will help you in this passage comprehensions. അതായത് conjunction, what this conjunctions means, എന്താണ് കൺജങ്ഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഗ്രാമർ എങ്ങനെയാണ് കോംപ്രിഹെൻഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. സി, നമ്മളുടെ ഇംഗ്ലീഷ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് വൊക്കാബുലറിയുടെ ഒരു പാർട്ടാണ്, ഗ്രാമറിൻ്റെ ഒരു പാർട്ടാണ്, ദെൻ നമ്മളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഒരു പാർട്ടാണ്. ഇത് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നെങ്കിലും ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് ഗ്രാമർ ഉപയോഗിച്ച് നമുക്ക് പാസേജ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ സാധിക്കും, വൊക്കാബുലറി ഉപയോഗിച്ച് നമുക്ക് പാസേജ് കോംപ്രിഹെൻഷൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ what do you want to do is you have to be very good at vocabs, you have to be good at grammar. ഓൾറെഡി നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ട്, നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഗ്രാമറിൽ നിന്നാണ്. സോ അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയം. ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അതിനാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ഡു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കൺജങ്ഷൻസ്, അല്ലെങ്കിൽ എന്ത് കൺജങ്ഷൻസ് ഒക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. വാട്ട് ഈസ് ദ വേർഡ് കൺജങ്ഷൻ മീൻ? എന്താണ് ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇസ് എ ജംഗ്ഷൻ. Yes, it is a junction. What is the peculiarity of a junction? എന്താണ് ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ജംഗ്ഷൻ മീൻസ് കവല. 4 റോഡുകൾ അല്ലെങ്കിൽ 2-3 റോഡുകൾ കൂട്ടി യോജിക്കുന്നതിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ കൺജങ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ കണക്റ്റീവ് വേർഡ് ദാറ്റ് ജോയിൻസ് എ സെൻറ്റൻസ്, ദാറ്റ് ജോയിൻസ് എ വേർഡ് ആണ്. 2 സെൻറ്റൻസുകളെ, 2 വാക്കുകളെയെല്ലാം കണക്ട് ചെയ്യുന്ന വേർഡുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സി, നമ്മളുടെ കൺജങ്ഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാക്കുകളാണ് ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് വേർഡ് ആൻഡ്? എന്താണ് ആൻഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത? അതല്ലെങ്കിൽ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ വളരെ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 കൺജങ്ഷനുകളാണ് ഈ ആൻഡും ബട്ടും എന്ന് പറയുന്നത്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് 2 സെൻറ്റൻസുകളെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സെൻറ്റൻസ് ഇവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് സെയിം ബന്ധമുള്ള മറ്റൊരു കാര്യമായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് ആയിരിക്കും ഈ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അയ്യോ എക്സാം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ആൻഡ് പോലത്തെ കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിൻ്റെ മീനിങ് എന്താണോ വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അപ്പുറത്തും വരുന്നത് എന്നുള്ളത്. ഇനി ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലോ ബട്ടിൻ്റെ പ്രത്യേകത എന്താണ്? കോൺട്രഡിക്ടറി ആയ ഒരു കാര്യം പറയാനായിരിക്കും ബട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇത്രയും നേരം ഓതർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണോ അതിന് നേർവിപരീതമായ ഒരു കാര്യമാണ് ഓതറിന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ആയിരിക്കും ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ. സോ നമുക്കിവിടെ ഈ പറയുന്ന മീനിങ് കിട്ടാൻ, അല്ലെങ്കിൽ they want the opposite. So നമ്മളെ അവിടെ സഹായിക്കാൻ വേണ്ടി ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. So even though you are not familiar with the word, even though you are not good at your vocabs, there is a chance for you to crack the reading comprehensions questions. അവിടെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഈ കൺജങ്ഷൻ പോലുള്ള വാക്കുകൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ നമുക്ക് സെയിം ആയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ നേരെ കോൺട്രഡിക്ടറി ആയ ഒരു കാര്യം പറയാനാണ് ഈ ബട്ട് കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. വെൽ, സോ നമുക്ക് ചോദ്യത്തിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്ന മെത്തേഡൊക്കെ എലിമിനേഷൻ വഴിയൊക്കെ ഉള്ളത് വരുന്ന വഴിക്ക് പഠിക്കാം. സോ എല്ലാ മെത്തേഡുകളും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ, എല്ലാ സ്ട്രാറ്റജികളും സെറ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. സോ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് അടുത്ത ചോദ്യത്തിലെ നമ്മളുടെ കീവേഡ് എന്നുള്ളത്. സി, എ മാൻ who wants to live a permanent happy life should. So they are talking about a man
who wants to live a permanent happy life. So here we are, our keyword was fleet, the opposite of fleeting. That do you want to understand? Well, so a man who wants to live a permanent life. See, if you want to live a permanent happy life, what a man should do. ഇതല്ല നമ്മുടെ വിഷയം. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അയ്യോ ഒരാൾക്ക് പെർമനൻ്റ് ആയിട്ട് ഹാപ്പി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ജസ്റ്റ് മെൻഷൻ ഒരാൾക്ക് പെർമനൻറ്റ് ഹാപ്പി ലൈഫ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ടാസ്ക് ആണല്ലോ. സോ എ മാൻ ഹു വോണ്ട്സ് ടു ലീവ് എ പെർമനൻറ്റ് ഹാപ്പി ലൈഫ് ഷുഡ് ഡു വാട്ട്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെൽ, സോ നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് എ പെർമനൻറ്റ് ഹാപ്പി ലൈഫ്. ഹൗ ടു ലീവ് എ പെർമനൻറ്റ് ഹാപ്പി ലൈഫ്? വെൽ, so we are going to the 8th question. Which of the following is similar in meaning as the word cow as used in the passage? See, there is a word like cow in the passage, and so we have to identify what this word cow means. So which of the following is similar in the meaning? Similar in the meaning, that means what? Similar in the meaning. Similarity, it shows that similarity means it is the synonym, that means meaning എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം. സോ ഇതിനോട് അടുത്ത് കിടക്കുന്ന വാക്ക് കൗ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സോ സി, സംടൈംസ് we may be familiar with the word cow. കൗ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്ങിനെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നമുക്കറിയാവുന്നത് ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ആനിമൽ. വെൽ, ബട്ട് ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻ, ഇറ്റ് വിൽ മേക്ക് യു സോ difficult. See, spare, conquer, discard and provoke and mold. So cow എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വേർഡിൻ്റെ മീനിങ് ഒന്നുമല്ല അവർ തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാസേജിൽ ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് വേറെന്തോ രീതിയിലാണ്. അത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇത്തിരി മുൻപ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. So here the keyword is cow, and before this question there is a keyword, it is fleet. So now we know that which are the keywords in the questions. ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് നമ്മളുടെ കീവേഡ്സ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. Let's look into the 9th question. So which of the following statement in true in the context of the passage? See, they are talking about which is the following statement in true in the context of passage. പാസേജ് അനുസരിച്ച് ഏതാണ് ഇതിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. So they may give some options also. So you have to do what, when after reading the passage, then you can easily identify the statement question. So whenever there is a statement question, you just ignore that question, because after reading the passage, that means there we follow the method of top to bottom. So bottom to top methodകൾ follow ചെയ്യേണ്ട questions അല്ല statement questions. Statement questionsന് നല്ലത് എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം മെത്തേഡാണ്. ദാറ്റ് മീൻസ് പാസേജ് ആദ്യം വായിച്ചതിന് ശേഷം പിന്നീട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന മെത്തേഡ്. അതുകൊണ്ട് നമുക്ക് അത് ജസ്റ്റ് അവിടെ നിർത്തി വെച്ചേക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ 10th question. What according to the passage is a positive kind of happiness? Positive kind of happiness. എന്താണ് പാസേജ് അനുസരിച്ച് പോസിറ്റീവായ ഹാപ്പിനെസ് എന്നുള്ളത്? സോ ഹിയർ വി അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ് ഈസ് പോസിറ്റീവ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയ നമ്മളുടെ പോസിറ്റീവ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കീവേഡ്. സോ ഫ്രം ദിസ് 10 questions we got from each question we got a keyword. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനുകളിൽ നിന്നും ഒരു കീവേഡ് കിട്ടുകയാണ് ചെയ്തത്. സി, 10ാമത്തെ ചോദ്യത്തിൽ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത്. സോ ദ കീവേഡ് ഇസ് പോസിറ്റീവ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. സോ whenever we read the passage, whenever this word comes, you have to emphasize in that point. ആ പോയിന്റിൽ നമ്മൾ എംഫസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അവിടുത്തെ ടാസ്ക്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കീവേഡുകൾ ഐഡന്റിഫൈ ചെയ്തു വെച്ചിരിക്കുന്നത്. വെൽ, സോ what according to the passage is a positive kind of happiness? So here we get the word positive kind of happiness. Well, and here 9th question, it is a statement question, so we ignore that keyword, and here we got the keyword cow. So whenever the cow comes in the passage, you have to give the focus there. Well, so from here 7th question, we got a word that what is a permanent happy life? എന്താണ് permanent happy life എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ keyword. So when we read this passage, there
comes a permanent happy life, then you have to focus on that sentence. See, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടുകൾ കൂടി പാസേജ് കോംപ്രിഹെൻഷൻ ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് എന്താണ് മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റക്ക് ആവാതെ ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മളൊന്ന് കണ്ണടച്ചിട്ട് അതിന് മുമ്പിലത്തെ വാചകവും അത് കഴിഞ്ഞിട്ടുള്ള വാചകവും എന്താണ് എന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ആകെ സത്ത് എന്താണ്, സോൾ എന്താണ് എന്നുള്ളത് പിടികിട്ടും. സോ we got permanent happy life. And sixth question, we have to find the word fleeting. Fleeting is the word opposite of fleeting ആണ് കിട്ടുന്നത്. So the നമ്മൾ keyword എന്ന് പറഞ്ഞാൽ fleeting ആണ്. Well, so then fifth question, we got a word that it is a statement sentence, so we ignored the keyword there, and here it is unhappy. Why unhappy is the keyword there, and here we got the word as essence of happiness. Well, then here also we got the chronological order, how to be a happy man, how to lead a happiness. Well, here also happiness is this, and the first question we get contented man. This is the keyword there. So from this we understand that the passage is talking about happiness. ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് പാസേജ് പറയുന്നതെന്ന് പാസേജ് വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലായി. സോ നമുക്ക് പാസേജ് എന്താണ് എന്നുള്ളത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം, എങ്ങനെയാണ് പാസേജ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.